السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد والعاقبة للمتقين. ബഹുമാനപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങൾ? വീട്ടിലെത്തി എല്ലാവരും റാഹത്താണെന്ന് വിചാരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പഴയതുപോലെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം കൂടുതലില്ലാത്തതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് റസാ ഖാൻ റഹിമഹുല്ലാഹു തആലാൻ്റെ മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോം സലാം എന്ന നഅത്താണ് കേട്ടോ. ഏകദേശം ഈ നഅത്ത് 171 വരികളുണ്ട്. അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 13 വരികളാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നേരെ പഠിക്കും. ഇതെന്ത് തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ ഒരുമിച്ചാണ് ഈ കവിത ഉള്ളതെന്ന് വിചാരിക്കരുത്. മുസ്തഫ ജാന് കഴിഞ്ഞിട്ട് അടുത്ത 4-ാമത്തെ വരി 5-ാമത്തെ വരിയിട്ടാണ് ഷെറിയാറ് അത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 9-ാമത്തെ വരിയിട്ടാണ് അർഷിത ഫർഷ് വരുന്നത്. അതിന് പലയിടങ്ങളിൽ നിന്നും എടുത്ത സാധനമാണ് കേട്ടോ, ഒറ്റയടിക്കുള്ള സാധനമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ അഹമ്മദ് റസാ ഖാൻ റഹ്മത്തുള്ളാഹിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ മുസ്ലിംസിനും അറിയുന്ന ആരുടെ പേര് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് അറിയുന്ന ഒരു പേരാണ് അഹമ്മദ് റസാ ഖാൻ റഹിമത്തുള്ളാഹി അൽ ബറേൽവി. മനസ്സിലായോ? ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ ഗുരു, നേതാവും ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഒരു സത്തുണ്ടായി കൊടുത്ത മഹാവ്യക്തിത്വമാണ് അഹമ്മദ് റസാ ഖാൻ ബറേൽവി റഹിമത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ കുറേ ധാരാളം കിതാബുകളും ആയിരക്കണക്കിന് കിതാബുകളൊക്കെ രചിച്ചു. വലിയ ബറേൽവി പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം മക്ബറ ഉള്ളത്. വലിയ മഹാനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ കാണുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കട്ടോ. അപ്പോൾ തൽക്കാലം നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് കവിതേൻ്റെ പേര് ഇതാ, മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോം സലാം. ഇതിലെന്താ പറയുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തല മുതൽ കാല് വരെയുള്ള ഓരോ സാധനങ്ങളും എടുത്തിട്ട് 121 വരികളുണ്ടല്ലോ. ഓരോ സാധനങ്ങളും എടുത്തെടുത്തുകൊണ്ട് അതിന് വർണ്ണിച്ച് വിശദീകരിച്ച് എന്നിട്ട് പറയണം അതിൻ്റെ മേലിൽ എന്താണ് ലാഖോം സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയാണ് കേട്ടോ. പക്ഷേ ഇതിൽ നമ്മൾ ഇതിന് നമുക്ക് എന്തോ ചെയ്യില്ല, ഒറ്റയടിക്ക് ഇത് ഫുള്ള് 121 വരികൾ സംസാരിച്ചാൽ മാത്രമേ എന്ത് നമുക്ക് തിരിയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ സിഫത്തുകളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ ഷമായിലുകളെ കുറിച്ചൊക്കെ പറയുന്നുള്ളത് അപ്പോഴേ തീരുള്ളൂ കേട്ടോ. ഷമായിൽ പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരം എങ്ങനെയായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നഖം എങ്ങനെയായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണ് എങ്ങനെയായിരുന്നു, അങ്ങനെ കുറച്ച് ഹദീസിൻ്റെ അതിനൊക്കെ കുറിച്ച് പഠിക്കുന്ന ഹദീസിൻ്റെ ഭാഗത്താണ് ഷമായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാട്ടോ. അപ്പോൾ മുസ്തഫ പറഞ്ഞ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരാണ്. ജാനെ റഹ്മത്തിൻ്റെ ജീവനായ മുസ്തഫ. ജാൻ എന്ന് പറഞ്ഞാൽ എന്താ? ജാൻ എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാട്ടോ അർത്ഥം. റഹ്മത്തിൻ്റെ ജീവനായ മുസ്തഫ. പേ എന്ന് പറഞ്ഞാൽ പെർ എന്നാണ് കേട്ടോ. പേ എന്ന് പറഞ്ഞാൽ പെർ, മുകളിൽ. റഹ്മത്തിൻ്റെ ജീവനായ മുസ്തഫയുടെ മേലിൽ ലാഖോം സലാം എന്നാണ് കവിതൻ്റെ ഹെഡിങ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. ശ്രദ്ധിക്കുക. 1-ാമത്തെ മിസ്ര, മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോം സലാം, ശംഅ ബാസ് മേ ഹിദായത്ത് പെ ലാഖോം സലാം. മുസ്തഫ ജാനെ റഹ്മത്ത് പെ ലാഖോം സലാം. അതിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. ശംഅ ബസ് മേ ഹിദായത്ത് പെ ലാഖോം സലാം. ശംഅ എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നിട്ടുണ്ട്. ശംഅ എന്ന് പറഞ്ഞാൽ മെഴുകുതിരി എന്നാണ്. ബസ്മ പറഞ്ഞാൽ മജ്ലിസ്, കൂട്ടം എന്നാണ്. ഹിദായത്ത് പറഞ്ഞാൽ നന്മാർഗം എന്നർത്ഥം. പേ ലാഖോം സലാമിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ശംഅ പറഞ്ഞാൽ എന്താണ്? മെഴുകുതിരി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മെഴുകുതിരി ആക്കുകയാണ് കേട്ടോ. പിന്നെ ബസ്മ പറഞ്ഞാൽ കൂട്ടം, ഹിദായത്ത് പറഞ്ഞാൽ സന്മാർഗത്തിൻ്റെ കൂട്ടം. അപ്പോൾ സന്മാർഗത്തിൻ്റെ കൂട്ടത്തിലെ മെഴുകുതിരിയുടെ മേലിൽ ശംഅ ബസ്മേ ഹിദായത്ത്, ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ കൂട്ടത്തിൻ്റെ മെഴുകുതിരിയുടെ മേലിൽ ലാഖോം സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ. അപ്പോൾ ബസ്മേ ഹിദായത്ത്, സന്മാർഗത്തിൻ്റെ കൂട്ടം എന്ന് പറഞ്ഞാൽ ആരാണ്? അംബിയ അലൈഹിമുസ്സലാമാണ് സന്മാർഗത്തിൻ്റെ കൂട്ടട്ടോ. അവരല്ലേ അംബിയ മുർസലീങ്ങളല്ലേ സന്മാർഗത്തിൻ്റെ കൂട്ടം. അപ്പോൾ അതിൻ്റെ മെഴുകുതിരി അങ്ങനെ നമുക്ക് വേറിട്ട് കാണുമല്ലോ, അതിനുണ്ടാവട്ടോ അങ്ങനെ തശ്ബീഹാക്കി പറഞ്ഞ്. അടുത്ത വരി, ഷഹ്റയാരേ ഇറം താജ്ദാരേ ഹറം നൗബഹാരേ ഷഫാഅത്ത് പെ ലാഖോം സലാം.
ഈ ഇറം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു വാദിക്കാണ് പറയൽ കേട്ടോ. അപ്പോൾ ഇറം എന്ന് പറഞ്ഞാൽ സ്വർഗം എന്നർത്ഥം. വാദിൻ്റെ പേരാണെങ്കിൽ സ്വർഗം തന്നെയാണ്, വാദിയാണ് സ്വർഗത്തിൽ തന്നെയല്ലേ. അപ്പോൾ യാർ എന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്നർത്ഥം. ഷെഹർ പറഞ്ഞാൽ പട്ടണം. അപ്പോൾ ഇറം പട്ടണത്തിൻ്റെ സുഹൃത്ത്. ഷെഹർ യാറെ ഇറം. ഇറം ഇറമിൻ്റെ കൂട്ടുകാരൻ്റെ നാട് എന്താണ്? സ്വർഗ്ഗമാണ്. ഇറം എന്ന സ്വർഗത്തിൻ്റെ കൂട്ടുകാരൻ്റെ നാട് എന്താണ്? അപ്പോൾ അള്ളാൻ്റെ റസൂലിന് എന്താ അതിൻ്റെ ആശയം ഇതാണ്. അള്ളാൻ്റെ റസൂലിനെ സ്വർഗത്തിൻ്റെ രാജാവ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഷെഹറിയാറെ ഇറം എന്ന് പറഞ്ഞാൽ ജന്നത്തിക്ക് സർദാർ, ജന്നത്തിൻ്റെ സ്വർഗത്തിൻ്റെ നേതാവ് നാട്ടർത്ഥം. പിന്നെ താജ് ദാറേ ഹറം. ദാറേ ഹറമിൻ്റെ താജ് ഹറം എന്താണ്? കിരീടം. ദാറേ ഹറം ഭവനത്തിൻ്റെ കിരീടം അള്ളാഹ് റസൂലിനെ വിളിക്കാണ് താജ് ഷെഹറിയാറെ ഇറം ജന്നത്തിൻ്റെ നേതാവ്. അതേമാതിരി താജ് ദാറേ ഹറം എന്ന് പറഞ്ഞാൽ എന്താണ്? കഅബ വീടിൻ്റെ താജ് പറഞ്ഞാൽ കിരീടം, അതിൻ്റെ കിരീടമേ എന്ന് വിളിക്കുകയാണ്. നോ ബഹാറേ ഷഫാഅത്തിൻ്റെ പ്രകാശം. നോ ബഹാർ എന്ന് പറഞ്ഞതാ നൈ റൗനക്ക്, നല്ല പ്രകാശത്തിനാണ് എന്ത് പറയുക? നെയ് റൗനക്ക്. നോ ബഹാർ എന്ന് പറഞ്ഞാൽ നെയ് റൗനക്ക്, നല്ല പ്രകാശമാണ് എന്ത്? നല്ല പ്രകാശം നെയ് റോനക്ക്, അതുപോലെ നോ ബഹാർ എന്ന് പറയട്ടോ. അപ്പോൾ ഷഫാഅത്തിൻ്റെ പ്രകാശമേ നിങ്ങളുടെ മേൽ അങ്ങയുടെ മേലിൽ ലാഖോം സലാം, ലക്ഷക്കണക്കിന് സലാം. അർശ് താ ഫർഷ് ഹേ ജിസ്കെ സേറെ നഗീൻ ഉസ്കി കാഹിർ റിയാസത്ത് പേ ലാഖോം സലാം. അർഷ് ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക. അർഷ് താ ഫർഷ് ഹേ. അർഷ് എന്താണ്? അർഷ് താന്നില്ലേൻ്റെ അർത്ഥം തെക്ക് എന്നാട്ടോ. അതിൻ്റെ അർത്ഥം നമ്മൾ എഴുതുന്നുണ്ട്, തെക്ക് എന്നാണ്. ഫർഷ് പറഞ്ഞാൽ എന്താ? വിരിക്കപ്പെട്ടത് എന്നാട്ടോ. ഫർഷ് പറഞ്ഞാൽ വിരിക്കപ്പെട്ടത്. അപ്പോൾ അർഷ് തെക്ക് ഫർഷ് ഹേ, അഥവാ അർഷ് വരെ, അർഷ് തെക്ക് അർഷോളം അള്ളാൻ്റെ അർഷുണ്ടല്ലോ അതുവരെ വിരിക്കപ്പെട്ട ജിസ്കെ ആരുടേതാണ് വിരിക്കപ്പെട്ടത്? സേറെ നെഗി എന്ന് പറഞ്ഞാൽ എന്താണ്? താബിയ്. സേറെ നെഗി എന്ന് പറഞ്ഞാൽ താബി അഥവാ പിന്തുടരുന്നവൻ എന്നാട്ടോ. പിന്തുടരുന്നവനാണ് സേറെ നെഗി എന്നുള്ളതിനർത്ഥം. അപ്പം എന്താണ്? അർഷ് വരെ താബീങ്ങളെ കൊണ്ട് വിരിക്കപ്പെട്ടവരെ എന്നാണ് അള്ളാൻ്റെ റസൂലിനോട് പറയണേ. ഇത് അള്ളാൻ്റെ എന്താണ്? ജിന്ന് മലായിക്കത്ത് എല്ലാതും അള്ളാൻ്റെ റസൂലിൻ്റെ താബീങ്ങൾ, അള്ളാൻ്റെ റസൂലിനെ പിൻപറ്റുന്നവരാണ്. അതാ പറയണത്. ഭൂമിയിൽ നിന്ന് അർഷ് വരെ തൻ്റെ താബീങ്ങളെ കൊണ്ട് വിരിക്കപ്പെട്ടവരെ. അർത്ഥം മനസ്സിലാകുണ്ടാവും. അർഷിത്ത ഫർഷ് അർഷ് വരെ വിരിക്കപ്പെട്ടവരെ. ജിസ്കെ സേറെ നിക, എങ്ങനെ? ജിസ്കെ ഏതാളുടെ? സേറെ നഗീൻ, ഏതാളുടെ താബീങ്ങളെ കൊണ്ടാണോ അർഷ് വരെ വിരിക്കപ്പെട്ടത്. ഉസ്കി കാഹിർ റിയാസത്ത് പർ. കാഹിർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുന്നത് കേട്ടോ. റിയാസത്ത് പറഞ്ഞാൽ എന്താണ്? ഭരണം. കാഹിർ എന്ന് പറഞ്ഞാൽ അടക്കി ഭരിക്കുക, റിയാസത്ത് പറഞ്ഞാൽ ഭരണം. അപ്പോൾ ഉസ്കി കാഹിർ റിയാസത്ത് പേ ഉസ്കി ആ ഒരാളുടെ കാഹിർ. അപ്പം ഇങ്ങനെ പറഞ്ഞില്ലേ, ഇപ്പോൾ അർഷ് വരെ വിരിക്കപ്പെട്ട താബീങ്ങളൊക്കെ കൊണ്ട് വിരിക്കപ്പെട്ടവരെ ഉസ്കി ആ ആളുടെ കാഹിർ റിയാസത്ത് അവരുടെ അടക്കി ഭരണത്തിൻ്റെ മേലിൽ പെലാക്കോൻ സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ എന്നാണ് അർത്ഥം. ഹം ഗരീബോं की आका पे बेहद दुरूद, हम फ़कीरों की सरबत पे लाखों सलाम. हम गरीबों की आका पे बेहद दुरूद, हम फ़कीरों की सरबत पे लाखों सलाम. हम गरीबों, ഞങ്ങൾ ഗരീബ് എന്നത് പാവപ്പെട്ടവർ. ഹം ഗരീബോं के ഞങ്ങൾ പാവപ്പെട്ടവരുടെ, ആക്കാപ്പെ ഞങ്ങളുടെ പാവപ്പെട്ടവരായ ഞങ്ങളുടെ, ആക്ക എന്ന് പറഞ്ഞ സയ്യിദ് നേതാവ് എന്നാട്ടോ, യജമാനൻ എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങൾ പാവപ്പെട്ടവരുടെ യജമാനൻ്റെ മേലിൽ ബേഹദ് ദുറൂദ്, അനന്തമായ ദുറൂദ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അത് സലാമിന് പറയുന്നതാണ് ദുറൂദ് കേട്ടോ. അതിൻ്റെ അർത്ഥം എഴുതിയിട്ടുണ്ടാവില്ല, അതിന്ന് കേട്ട് മനസ്സിലാക്കുക. ദുറൂദ് പറഞ്ഞാൽ സലാമിന് പറയുന്നത് വേറെ കേട്ടോ. ബേഹദ് ഹദ് പറഞ്ഞാൽ എന്താണ്? അതിര്. ബേഹദ് പറഞ്ഞാൽ എന്താണ്? അനന്തമായ, അതിരില്ലാത്ത ഇപ്പോൾ രക്ഷ ഉണ്ടാവട്ടെ ആരുടെ മേലിൽ? പാവപ്പെട്ടവരായ ഞങ്ങളുടെ നേതാവിൻ്റെ പേരിൽ. അത് ആക്കാന്ന് പറഞ്ഞാൽ സയ്യിദ് എന്നാണ് അർത്ഥം. അതാരാണ്? അള്ളാൻ്റെ റസൂലാണ്. ഹം ഫക്കീറോൻ കി സർവത്ത് പെ ലാഖോൻ സലാം.
ഹം ഫക്കീറോങ്കി തെർവത്ത് പേ ലാഖോൻ സലാം. ഹം ഫക്കീറാണ് എന്താ, ഞങ്ങൾ ഫക്കീരീങ്ങളായ ഞങ്ങളുടെ തെർവത്ത് പറഞ്ഞാൽ ഞങ്ങളുടെ സമ്പത്ത് എന്നർത്ഥം, മാലാവ ദൗലത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം, അഥവാ സമ്പത്ത് എന്നർത്ഥം. അപ്പം ഞങ്ങളുടെ സമ്പത്തായ ഞങ്ങൾ പാവപ്പെട്ടവരുടെ സമ്പത്തിൻ്റെ മേലിൽ ലാഖോം സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാകട്ടെ. അപ്പോൾ ഈ തെർവത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാട്ടോ അർത്ഥം. അതെന്താണ്, അത് നമ്മളെ റസൂലാണ് നമ്മളെ സമ്പത്ത്. ഫക്കീരിങ്ങാൻ നമ്മളെ സമ്പത്ത് എന്താണ്, പണം ഇതൊന്നുമല്ല, അള്ളാഹിൻ്റെ റസൂലാണ് നമ്മളെ സമ്പത്ത്. മനസ്സിലാവേണ്ട കുട്ടികളെ. ജിസ്കെ മാത്തെ ഷഫാഅത്ത് ക സെഹ്റാ രഹാ ഉസ് ജബീനെ സആദത്ത് പേ ലാഖോं സലാം. ജിസ്കെ മാത്തെ ഷഫാഅത്ത് ക സെഹ്റാ രഹാ ഉസ് ജബീനെ സആദത്ത് പേ ലാഖോं സലാം. മാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ എന്താണ് നെറ്റിക്കാട്ടോ പറയാം. മാത്ത എന്ന് പറഞ്ഞാൽ നമ്മളെ പേശാനി എന്നൊക്കെ പറയും. പേശാനി എന്ന് പറഞ്ഞാൽ നമ്മളെ നെറ്റിക്കാട്ടോ പറയാം മാത്താന്ന് ഷഫ്. അപ്പോൾ സെഹിറ എന്ന് പറഞ്ഞാൽ ഈ എന്താ ഇപ്പോൾ മറ്റേ പുതിയാപ്പിള ഉണ്ടാവില്ലേ, വരൻ വധൂവരത്തെ വരൻ. ഈ മറ്റേ നമ്മൾ കേരളം വിട്ടാണ്, കേരളത്തിലുള്ള ചില സ്ഥലങ്ങളിൽ പുതിയാപ്പിളക്ക് എന്തുണ്ടാവും, മാല ഇട്ട് കൊടുക്കും. എങ്ങനെ, പൂമാല ഇട്ട് കൊടുക്കും. നമ്മളെ നെറ്റിപ്പട്ടം പൂവുകൊണ്ട് നെറ്റിപ്പട്ടം ഉണ്ടാക്കും, നെറ്റിമ പട്ടം ഉണ്ടാക്കും. അതിനാണ് സെഹ്റ എന്ന് പറയുക. മനസ്സിലായോ? അതിനാണ് എന്ത് പറയുക, സെഹ്റ. പൂവുകൊണ്ടുള്ള നെറ്റിപ്പട്ടം വരന്മാർക്ക് വെച്ച് കൊടുക്കും. അത് ഈ ഉറുനാടുകളിലൊക്കെ ഉള്ളവർ എന്താണ് കൾച്ചറാണ് കേട്ടോ. അപ്പോൾ അതാ പറഞ്ഞത്, ജിസ്കെ മാത്തെ ഷഫാഅത്ത് ക സെഹ്റാ രഹ, ആരുടെ മാത്തെ നെറ്റിയിലാണ് ഷഫാഅത്ത് ക സെഹ്റ, ഷഫാഅത്തിൻ്റെ ആ ഹാരം അണിയിക്കപ്പെട്ടത്. രഹ എന്ന് പറഞ്ഞാൽ, രഹന പറഞ്ഞാൽ എന്താണ്, രഹന താമസിക്കുന്നത് കേട്ടോ. രഹന പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. ഷഫാഅത്തിൻ്റെ ഹാരം ആരുടെ നെറ്റിയിലാണോ ഉള്ളത്, ഉസ് ജബീനെ സആദത്ത് പേ ലാഖോं സലാം. ആ ജബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതും നെറ്റി എന്നാട്ടോ അർത്ഥം. ഉസ് ജബീനെ സആദത്ത്, വിജയത്തിൻ്റെ ആ നെറ്റിയുടെ മേലിൽ ലക്ഷക്കണക്കിന് സലാം ഉണ്ടാവട്ടെ. മനസ്സിലായോ? ജിസ് തറാഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ ഉസ് നിഗാഹെ ഇനായത്ത് പേ ലാഖോं സലാം. ജിസ് തറഫ് ഏത് വിധേനമാണ്, തറഫ് എന്ന് പറഞ്ഞാൽ വിധം. ജിസ് തറഫ് ഏത് വിധേനയാണ് ഉഡ് ഗയി ഏത് വിധേനയാണ് നമ്മൾ എണീറ്റത്, ഉഡ് ഗയി എണീക്കപ്പെട്ടത്. ദമ്മേ ദം ആകയ, ദം എന്ന് പറഞ്ഞത് ജോഷ് എന്നാണ് അർത്ഥം. ദമ്മേ ദം ജോഷിൽ വീണ്ടും ജോഷ് ആകയ വന്നു. മനസ്സിലായോ? നമ്മൾ എങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓർമ്മയിൽ നമ്മൾ എങ്ങനെയാണോ ജിസ്തറ ഉൾഗയി, നമ്മൾ എങ്ങനെയാണോ എണീറ്റത്, എണീക്കപ്പെട്ടത്. ദമ്മേ ദം ആകെ, എന്തിനു വേണ്ടി എണീക്കണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദിക്റും മൗലൂദിലൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ദമ്മേ ദം ആകയ, ജോഷ് അങ്ങനെ ആവേശത്തിനാണ് ദം എന്ന് പറയുക. അപ്പോൾ ജോഷ് വരും, ദമ്മേ ദം ജോഷ് വരും. ആകെയാ വരും, അങ്ങനെ ആകെയാ വന്നു. അങ്ങനെയുള്ള ഉസ് നിഗാഹെ ഇനായത്ത് പേ ലാഖോं സലാം, അങ്ങനെയുള്ള നിഗാഹ് പറഞ്ഞാൽ എന്താ, നസർ നോട്ടം. ഇനായത്ത് പറഞ്ഞാൽ ലുത്തുഫ് അലിവ്. ആ ഉസ് നിഗാഹെ ഇനായത്ത്, ആ അലിവിൻ്റെ നോട്ടത്തിൻ്റെ മേലിൽ ലാഖോं സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാകട്ടെ എന്നാട്ടോ വരുന്നത്. ഇനി ഒരു വരി കൂടെ എടുക്കാം, എൻ്റെ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ജിസ്സെ താരീഖെ ദിൽ ജഗ്മഗാനെ ലഗെ ഉസ് ചമക് വാലി രംഗത്ത് പേ ലാഖോं സലാം. ജിസ്സെ താരീഖെ ദിൽ ജഗ്മഗാനെ ലഗെ ഉസ് ചമക് വാലി രംഗത്ത് പേ ലാഖോं സലാം. ജിസ്സെ ഏതൊന്നു കൊണ്ടാണോ താരീഖതിൽ, താരീഖതിൽ നിന്ന് എന്താണ്, നമ്മളെ ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്, താരീഖ് എന്ന് പറഞ്ഞാൽ അന്ധകാരം, ഇരുട്ട് എന്നാണ് താരീഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജഗ്മഗാന എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക കേട്ടോ. ചമക്വാലി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്. രംഗത്ത് എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് കേട്ടോ അർത്ഥം കേട്ടോ, കളർ എന്നാണ് കേട്ടോ അർത്ഥം, ശ്രദ്ധിക്കാം. ജിസ്സെ ഏതൊന്നു കൊണ്ടാണ് താരീഖതിൽ, മനസ്സിൻ്റെ ആ അന്ധത, ഏതൊന്നുകൊണ്ടാണ് മനസ്സിൻ്റെ അന്ധത ജഗ്മഗാനിലേക്ക് പ്രകാശിക്കാൻ തുടങ്ങിയത്. ഉസ് ചമക്വാലി രംഗത്ത് പേ, ഉസ് ഏതൊന്നുകൊണ്ടാണോ മനസ്സിൻ്റെ അന്ധത, മനസ്സിൻ്റെ അന്ധകാരം ജഗ്മഗാനിലേക്ക്
പുർനൂർ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കാൻ തുടങ്ങിയത് ഉസ് ചമക്വാലി രംഗത് പർ, ആ ഒന്നിൻ്റെ ചമക്വാലി, ആ പ്രകാശിക്കുന്ന ആ ഒരു കളറിൻ്റെ മേൽ, ഏതൊന്നുകൊണ്ടാണ് മനസ്സിൻ്റെ ഉള്ളിൽ പ്രകാശിക്കാൻ തുടങ്ങിയത്, ആ ഒരു ആ പ്രകാശിക്കുന്ന കളറിൻ്റെ മേലിൽ ലാഖോം സലാം, ലക്ഷക്കണക്കിന് സലാം ഉണ്ടാകട്ടെ എന്നാണ് കവിതയിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 5 വരി ബാക്കി നിൽക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉഷാറായി പഠിച്ചു വരിക. ഇനി ഇൻഷാ അല്ലാഹ് നമ്മളെ ഒരു പാടുണ്ടല്ലോ മൊബൈൽ ഫോണിൻ്റെ എക്സസൈസും, ആ പാഠത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉറുദുവിൻ്റെ സിലബസ് കഴിയുന്നതാണ്. अल्लाह तौफीक अता फरमाइए और हमारा इल्म और सारे के सारे चीज़ में अल्लाह बरकत भी अता फरमाइए. आमीन बरहमतिका या अरहमर राहिमीन. अस्सलामु अलैकुम रहमतुल्लाह.